പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, നിങ്ങളെല്ലാവരെയും ഇന്നും ഞാൻ യേശുക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ഇന്ത്യ ഫെലോഷിപ്പിൻ്റെ ഈ കൂട്ടായ്മയിൽ ഇപ്രാവശ്യവും വന്ന് സംബന്ധിക്കുവാനും നിങ്ങളോടൊത്ത് ഇന്ന് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ദൈവത്തെ ആരാധിക്കാനും നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിരിക്കുന്നതിലും ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യവും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്തിന് ദൈവത്തിന് നമ്മിൽ കൂടെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ചുരുക്കവും ദൈവം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവം തൻ്റെ ദാസന്മാരിൽ കൂടി വളരെ അത്ഭുതകരമായി ദൂതുകൾ നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയുവാൻ നിയോഗമുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ സെയിം തീം where it says revive us to reach others. ദൈവം നമ്മെ ഉണർത്തിയെങ്കിലേ നമുക്ക് മറ്റുള്ളവരിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അല്പം ഞാൻ വിശദീകരിക്കുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നതിൻ്റെ ഉദ്ദേശങ്ങൾ പലതുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. പരിശുദ്ധാത്മ സ്നാനത്തിന് ദൈവം നൽകിയ പ്രാധാന്യം ഇവിടെ വ്യക്തമാണ്. ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായി പല കാര്യങ്ങൾക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്, ആരാധനയ്ക്ക് നേട്ടമുണ്ട്. എന്നാൽ നമ്മിൽ നിന്ന് ഒരു പ്രവൃത്തി വിശേഷാൽ ദൈവം ആവശ്യപ്പെടുന്നത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി കിട്ടും. ശക്തി കിട്ടുമ്പോൾ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഒതുക്കി വെക്കാനുള്ളതല്ല, ശക്തി പുറത്തേക്ക് പോകാനുള്ളതാണ്. അത് സുവിശേഷീകരണത്തിനുള്ളതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് പറയുമ്പോൾ there are certain things that are involved in that power. And what is that power doing for evangelism? പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ Acts 4 verse 29 and verse 30 29-30 വാക്യം പറയുമ്പോൾ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ വിശേഷാൽ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി. ആദിമസഭയ്ക്ക് സുവിശേഷം അത്ഭുതകരമായ സുവിശേഷമാണ്. ഏത് മനുഷ്യനും ഇഷ്ടപ്പെടേണ്ടതാണ് സുവിശേഷം. സുവിശേഷം ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യന്റെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്, നിത്യജീവനെക്കുറിച്ചാണ് പറയുന്നത്, രോഗശാന്തിയെക്കുറിച്ചാണ് പറയുന്നത്, ഭൂത പിശാച് ബാധകളിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ ജീവിതത്തിലെ നാനാവിധ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലാണ് സുവിശേഷം. ഇറ്റ്സ് എ മെസ്സേജ് അബൌട്ട് ഡെലിവറൻസ്. എ മെസ്സേജ് അബൌട്ട് ഡെലിവറൻസ്. ഹു ഇൻ ദ വേൾഡ് ഷുഡ് ഹേറ്റ് ഇറ്റ്, ഡിസ്ലൈക്ക് ഇറ്റ്? അത്ഭുതകരമായ വിടുതൽ പണച്ചെലവില്ലാതെ ഔദാര്യമായി ദൈവം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ അതിനെ ഇഷ്ടപ്പെടേണ്ടതാണ്. പക്ഷേ ഈ ലോകത്തിന് ഇത് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അവരുടെ ബുദ്ധി മന്ദമായിരിക്കും. ക്രൂശിന്റെ വചനം പറയുന്നു, നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. It's foolishness to the people. The preaching of the gospel is something glorious. The message is so wonderful. The effect of preaching is so powerful. It can affect any people, any language people, any culture, any group. It can affect mankind anywhere in the whole universe. ഈ സുവിശേഷത്തിന് സന്ദർശിക്കാൻ കഴിയാത്ത ഒരാളും അഖിലാണ്ടത്തിലില്ല. ഇത്ര വലിയ ശക്തിയുള്ളതാണെങ്കിലും ഇതിന്റെ പ്രസംഗത്തിന് ഒത്തിരി എതിർപ്പുകളുണ്ട്, ഒത്തിരി ഇഷ്ടക്കേടുകളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. തന്നെയല്ല, പലപ്പോഴും കൂടിയ ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടാറില്ല. സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്ന പലരും ഇതിനെ ഇഷ്ടപ്പെടാറില്ല. വിദ്യാസമ്പന്നരായ പലരും ഇതിനെ ഇഷ്ടപ്പെടാറില്ല. ഒത്തിരി മതഭക്തരായ ആളുകൾ ഇതിനെ ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഒരു താഴ്ചയാണ് ഇതിനുള്ളത്. എന്താണ് താഴ്ച?
നമ്മുടെ കർത്താവ് മഹത്വമുള്ളവനായി വന്നെങ്കിലും, ഭയങ്കര ദൈവമായി വന്നെങ്കിലും, ജഡത്തിൽ വെളിപ്പെട്ടപ്പോ അവിടുത്തെ വളരെ ഉന്നതനായി ലോകം കണ്ടില്ല. അവനെ ഒരു ദാസനായി, വെറും ഒരു സാധാരണക്കാരനായിട്ട് ലോകത്തിന് കാണാൻ കഴിഞ്ഞുള്ളൂ. എന്ന് മാത്രമല്ല, ക്രൂശിന്റെ വചനമാണല്ലോ ഇത്. ഏറ്റവും അവസാനമായി ലോകം കാണുന്നത് ആരുമില്ലാത്തവനെ പോലെ ക്രൂശിന്മേൽ തൂങ്ങുന്ന ഒരുത്തനാണ്. തന്നെത്താൻ രക്ഷിപ്പാൻ അവൻ തയ്യാറായില്ല. ദൈവം അവനെ വിടുവിക്കാൻ ഇറങ്ങി വന്നില്ല. ആളുകൾ ചാലഞ്ച് ചെയ്ത് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കാൻ ഇറങ്ങി വരട്ടെ. ആ രംഗം കണ്ടിട്ട് സാധാരണക്കാർക്ക് തോന്നിയത് ഇവൻ ആരുമല്ലാത്തവനായി അവസാനിച്ചു എന്നതാണ്. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴും അവൻ ആർക്കും പോയി, ലോകത്തിൽ അവിശ്വാസികൾക്ക് പോയി പ്രത്യക്ഷപ്പെട്ടില്ല. വിശ്വാസികൾ മാത്രമേ അവനെ കണ്ടുള്ളൂ. ലോകം കണ്ടത് അവന്റെ താഴ്ചയാണ്. ലോകം കണ്ടത് അവന്റെ ക്രൂശീകരണമാണ്. ലോകം കണ്ടത് അവന്റെ അടക്കമാണ്. അവന്റെ പുനരുദ്ധാനം അവർ കണ്ടില്ല. അവന്റെ രാജ്യത്വം അവർ കണ്ടില്ല. അത് കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ മന്ദമായിരുന്നത് കൊണ്ട് ഇതിന്റെ മഹത്വം ജനത്തിന് അറിയില്ല. എന്ന് തന്നെയല്ല, അവൻ ആദ്യം തെരഞ്ഞെടുത്ത ശിഷ്യന്മാരും ഒത്തിരി കൂടിയ ആളുകളല്ല, സമൂഹത്തിലെ ഉന്നതന്മാരല്ല. കുറെ മുക്കവരെ തെരഞ്ഞെടുത്ത് തന്റെ ശിഷ്യന്മാരാക്കി നിർത്തിയ ആ നോട്ടം കണ്ടാൽ ആളുകൾ പറയും, ഇവന്റെ കൂടെ ആര് പോകും? ഇന്നും സത്യസന്ധമായി ഈ പുസ്തകം പറയുന്ന ത്യാഗത്തിന്റെ സുവിശേഷത്തിന് ലോകത്തിന്റെ മുൻപാകെ വലിയ അന്തസ്സില്ല. ഇത് പറയുന്നത് ലജ്ജാകരമായ ഒരു കാര്യം പോലെ തോന്നും. എങ്കിലും പൗലോസ് വിളിച്ചു പറയുന്നു, അതിന്റെ ശക്തി എനിക്കറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. ഇത് വിദ്യാസമ്പന്നനുള്ളതാണ്, ഇത് വിദ്യ കുറഞ്ഞവനുള്ളതുമാണ്, ഇത് ധനവാനുള്ളതാണ്, ആർക്കുമുള്ളതാണ് എന്ന് വിളിച്ചു പറയാൻ പൗലോസിന് കഴിഞ്ഞു. അതിന്റെ താഴ്ച നിമിത്തം, ഈ തരത്തിൽ മനുഷ്യദൃഷ്ടിയിലെ താഴ്ച നിമിത്തം ഇത് പറയാൻ ബുദ്ധിമുട്ട് തോന്നും, നാണം തോന്നും. ഇതിന് ധൈര്യം വേണം. ഉപദ്രവത്തിന്റെ മുൻപാകെ നിൽക്കാൻ, വാളിന്റെ മുൻപാകെ നിൽക്കാൻ, മരണത്തിന്റെ മുൻപാകെ നിൽക്കാൻ ധൈര്യമുള്ളവന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ. അവർക്ക് പ്രതികൂലമുണ്ടായപ്പോൾ അവർ വന്ന് നിലവിളിച്ച് പറയുകയാണ്, ദൈവമേ ഞങ്ങളെ ഒന്ന് സഹായിക്കണം, ഇവരുടെ ഭീഷണികളെ ഇപ്പോൾ നോക്കണമേ, ഈ പ്രതികൂലത്തെ ഒന്ന് കാണണമേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർ പറഞ്ഞത് പ്രതികൂലം മാറ്റിത്തരണമെന്നല്ല. They did not want all the obstacles to be removed, every opposition to be removed. What they said is, കർത്താവേ, രക്ഷിപ്പാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും സൗഖ്യമാക്കുവാൻ നിന്റെ പ്രവൃത്തി അയക്കുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ തരണമേ. ആമേൻ. പരിഹസിക്കുന്ന ജനത്തിന്റെ മുഖത്തു നോക്കി രക്ഷിക്കുന്ന സുവിശേഷം പറയാൻ ധൈര്യം വേണം. ഉപദ്രവിക്കാൻ നിൽക്കുന്ന ജനത്തിന്റെ മുഖത്തു നോക്കി യേശു ക്രിസ്തുവിനെ ശക്തി വിളിച്ചു പറയാൻ ധൈര്യം വേണം. അത് നമുക്ക് സ്വാഭാവികമായി ഉണ്ടാവില്ല. അതുണ്ടാകുന്നത് അത്യന്ത ശക്തിയുടെ ഒരു വ്യാപാരം വരുമ്പോഴാണ്. ആമേൻ. പെന്തിക്കോസ്ത് ദിവസം കിട്ടിയത് കൊണ്ടും പോരാ എന്ന് തോന്നിയല്ലോ. പെന്തിക്കോസ്ത് ദിവസം ശക്തി കിട്ടി, ആത്മാവിനെ കിട്ടി. എങ്കിലും ഒരു പ്രതികൂലത്തിൽ പറയുന്നു, ഇത് പോരാ, ഞങ്ങൾക്ക് വേറൊരു ശക്തി വേണം. അപ്പോൾ ഒരു ശക്തി ഇറങ്ങി വന്നു. അവർ കൂടിയിരുന്ന സ്ഥലം പോലും കുലുങ്ങി. 33-ാം വാക്യം പറയുന്നത്, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് സാക്ഷ്യം പറഞ്ഞു പോകുന്നു. ആ വാക്യം ശ്രദ്ധേയമാണ്. മഹാശക്തിയോടെ, with great power they testified to the gospel of Jesus Christ. It is by the power of the Holy Spirit. Amen. പ്രത്യേക അഭിഷേകമുണ്ട്, പ്രത്യേക ശക്തീകരണമുണ്ട്, ആത്മാവിന്റെ പ്രത്യേക എഴുന്നള്ളത്തുകളുണ്ട്. ഒറ്റവരിക്കലായി വന്നവർ ആത്മസ്നാനം മാത്രമല്ല, ആത്മാവിന് നിരന്തരം നമ്മുടെ മേൽ വരണം. സാഹചര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ശക്തി ദൈവത്തിന് അയച്ചു തരണം. അത് സംഭവിക്കുമ്പോൾ ഏത് എതിർപ്പിന്റെ ഈ നടുവിൽ നിൽപ്പാൻ നമുക്ക് കൃപയുണ്ടാവും. ആമേൻ. എന്ന് മാത്രമല്ല, they needed power to speak.
സംസാരിക്കാൻ ശക്തി വേണമായിരുന്നു. Power to speak എന്ന് പറയുമ്പോൾ അത് കേവലം വചനമായിരിക്കരുത്. Not just to be words, not just to be the word, but it should be power. കഴിഞ്ഞ ദിവസം ഇവിടെ ദൈവത്തിന്റെ ദാസൻ പ്രസംഗിച്ചതുപോലെ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പറയുന്നത് 4-5 ഞങ്ങളുടെ വാക്ക് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കായിരുന്നില്ല. It was not just persuasive words of wisdom. It was the demonstration of power and the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്ന വചനം അപ്പോൾ തന്നെ പ്രദർശിപ്പിക്കപ്പെടണം. We preach about deliverance. Even when we preach, deliverance must take place. We preach about healing. Even when we are preaching, bodies must be healed. We preach about deliverance from demonic powers. Even when the preaching is going on, demons must cry out, depart from people. There must be deliverance. Amen. കേവലം കുറെ പ്രസംഗികളെ അല്ല ദൈവത്തിന് വേണ്ടിയത്, കുറെ ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റുകളെ അല്ല ദൈവത്തിന് വേണ്ടത്. ആത്മശക്തിയുടെ വ്യാപാരമുള്ളതായി വിടുതലിന്റെ വ്യാപാരം വ്യാപരിക്കുന്ന പ്രസംഗികളെയും സാക്ഷികളെയുമാണ് ദൈവത്തിന് വേണ്ടത്. ആമേൻ. ദൈവപ്രവൃത്തി ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, മലയാളികളുടെ ഇടയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ വിളിച്ചു പറയും, വ്യാപകമായി മലയാളികളുടെ ഇടയിലും ഇന്ന് ദൈവപ്രവൃത്തി നടക്കുന്നു. ആമേൻ. എന്നിട്ട് അതിന്റെ താഴെ വിശദീകരണം നമ്മൾ പറയുന്നതല്ല. സെക്കുലർ പത്രങ്ങൾ, പെന്തിക്കോസ്ത് പത്രമല്ല പറയുന്നത്, സെക്കുലർ പത്രം പറയുകയാണ് അവിടുന്ന് ഒരുത്തൻ തന്റെ ഭാര്യയെ കൊന്നു. അതവിടുത്തെ ബിഗ് ഡീൽ അല്ല. ആരെയും വാടകയ്ക്ക് കൊല്ലാൻ പോകുന്നവർക്ക് തന്റെ ഭാര്യയെ കൊല്ലുന്ന വലിയ സംഭവമൊന്നും അല്ല. കുറെ നാളുകൾ കഴിഞ്ഞു, ഇയാൾക്ക് സ്വസ്ഥതയില്ലാതെ വന്നു. ഇയാൾ പ്രാർത്ഥിക്കാൻ അവിടെയുള്ള ഒരു തോമസ് കുട്ടി പാസ്റ്ററിക്ക് വന്നു. പത്രം പറയുന്നതാണ്, തോമസ് കുട്ടി തനി പുതുതായിട്ട് തിരുവനന്തപുരത്ത് വന്നതേ ഉള്ളൂ. He was working in Nilambur for some time. He was ministering there. When we went to conduct some seminars there, he was there in the seminar. He moved to Trivandrum and he started a work there. അന്നേരം തനിക്കൊത്തിരി വിശ്വാസികളില്ല. ഈ വന്ന ആളെയും വിളിച്ചോണ്ട് നേരെ നിലമ്പൂർ പോയി. എടക്കര എന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പത്രം പറയുന്ന കാര്യം ഞാൻ പറയുകയാണ്, പരമശിവൻ, ഭദ്രകാളി, പിന്നെ അങ്ങനെ കുറെ ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുകയാണ്, അവർ ഇയാളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയി. അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടായി. അയാളെ തിരിച്ച് എന്ന് ചെങ്കൽച്ചുളയിൽ സാക്ഷിക്കാൻ തുടങ്ങി. അവിടുത്തെ കുടുംബങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയാൻ തുടങ്ങി. 600 കുടുംബങ്ങൾ ഇന്ന് ചെങ്കൽച്ചുളയിൽ ദൈവത്തിന്റെ വകയാണ്. ആമേൻ. Where there is the demonstration of the power of God, people are getting saved. Amen. Hallelujah. കേരളത്തിന്റെ വേറെ ചില കോണുകളിലേക്കല്ലോ ജനറൽ കൺവെൻഷന് ഇട്ടിരിക്കുന്ന വലിയ സഭകളുടെ പന്തല് പോലെ പന്തലിട്ട് ആഴ്ചതോറും സഭായോഗം നടത്തുന്നത് കേരളത്തിലെ ഒരു കാഴ്ചയാണ്. You may not agree with everything. I may not agree with all their theology. But one thing I can say. One thing. സ്തോത്രം. Hallelujah. വലിയ ഹിന്ദു ഫാമിലീസ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. കോട്ടയത്ത് അയ്യപ്പാസിന്റെ ഉടമസ്ഥൻ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തെ സേവിക്കുന്നു. കൊല്ലത്തിന് ഹൈലി റിച്ച് ഹിന്ദു പ്രൊഫസി ചെയ്ത് പെന്റിക്കോസ്റ്റൽസ് ആയിട്ട് ഇറങ്ങി വന്നിട്ടില്ല. പക്ഷേ വലിയ തുക മുടക്കി വലിയ യോഗങ്ങൾ നടത്തുന്നത് ഇന്ന് ആ ഫാമിലീസ് ആണ്. ദൈവം തന്റെ പ്രവൃത്തി എവിടെയും അയച്ചുകൊണ്ടിരിക്കുന്നു. I repeat, where there is the demonstration of the power of God. Hallelujah. The gospel is working even today. Amen. ആത്മപ്രവൃത്തിയെ ഉൾക്കൊള്ളാൻ എല്ലാവരും തയ്യാറല്ല. പരിശുദ്ധാത്മ പ്രവൃത്തിയെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറല്ല. വളരെ സംശയത്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ നോക്കുന്നവരുണ്ട്. ആത്മാവിന്റെ മണ്ഡലമെല്ലാം നമുക്കറിയില്ല സഹോദരങ്ങളെ. We don't know all the works of the Holy Spirit. Every sphere that the Spirit works, you don't know, I don't know. Let's leave us to the hands of the Holy Spirit.
ആത്മാവിന് ഇഷ്ടമുള്ള വണ്ണം ആത്മാവ് പ്രവർത്തിക്കട്ടെ. ആത്മാവിന് ഹിതമായത് ആത്മാവ് ചെയ്യട്ടെ. ദൈവത്തിന്റെ ജനം വലിയൊരു ശക്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമോ? കാത്തിരുന്ന് പ്രാർത്ഥിക്കുമോ? ആത്മാവിനെ ദൈവം അയക്കും. ദൈവം വീര്യപ്രവർത്തികൾ മലയാളികളുടെ ഇടയിൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. Amen. The paralysis of the last many years, the numbness that was in the believers and the pastors for the last few years, God is changing it. ദൈവം തന്നെ ജീവൻ അയച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തന്റെ അഗ്നി അയച്ചുകൊണ്ടിരിക്കുന്നു. അത് വന്ന് മരവിപ്പ് മാറ്റുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Pray for us that we may be given the word, means the right word for that congregation. ആ ദിവസത്തേക്കുള്ള കൃത്യവചനം എന്തെങ്കിലും പ്രസംഗിക്കുന്നതല്ല. അന്നത്തെ ദിവസം ജനത്തോട് അരുളി ചെയ്യേണ്ടത് എന്തോ അത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് പറയണം. ഞങ്ങളുടെ ജ്ഞാനത്തിൽ നിന്ന് സംസാരിച്ചാൽ പോരാ, ഞങ്ങൾ വെളിപ്പാടിൻ പ്രകാരം സംസാരിക്കണം. ഹല്ലേലൂയ. ഇതൊരു കലയല്ല, ഇതൊരു കൃപയാണ്. This is not an art. This is a gift of the Holy Spirit. എന്ന് മാത്രമല്ല, as we speak, the Lord, the Spirit must help us to reveal the truth. Amen. വചനം കിട്ടിയാൽ മാത്രം പോരാ. It must go forth in its originality. Amen. The true word, what the Lord wants to communicate to through that verse, അത് പോണം. കേവലം ഒരു വാക്യം എടുത്തിട്ട് മനുഷ്യന്റെ അഭിപ്രായങ്ങൾ പറയുവാനല്ല, ആത്മാവിന് പറയാനുള്ള കൃത്യ ദൂത് ആത്മാവ് പറയണം. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പെന്തിക്കോസ്ത് ദിവസം സംഭവിച്ചതുപോലെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലൊരു കുത്തുകൊള്ളണം. ആളുകൾക്ക് ഇരിക്കാൻ മേലാത്തൊരു സ്ഥിതി ഉണ്ടാവണം. ആളുകൾ ചാടി എഴുന്നേൽക്കണം. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരാത്മപ്രവൃത്തി ഉണ്ടായെങ്കിലേ സാധിക്കുകയുള്ളൂ. Hallelujah. I thank God for all the Bible schools, Bible colleges, seminaries. They are important. Their ministry is significant. But without the power of the Holy Spirit, no graduate will be useful for the kingdom of God. Hallelujah. We need the demonstration of the power of the Holy Spirit for ministry. എന്ന് മാത്രമല്ല, നമ്മളല്ല വാസ്തവത്തിൽ ശുശ്രൂഷയ്ക്ക് പദ്ധതികൾ ഉണ്ടാക്കേണ്ടത്. Not that we plan. Of course I believe in planning. But at the same time, Paul made plans for his missionary trip. He made plans. But the Spirit said, not now to that place. Amen. അവിടെ സുവിശേഷം പറയേണ്ടെന്നല്ല, but not now. I want you to go to somewhere else. ആശയിലേക്കല്ല ഇപ്പൊ പോകേണ്ടത്, മക്കതോന്യക്കാണെന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശബ്ദം കേൾക്കണം. വചനത്തിന് ഒരുങ്ങിയിരിക്കുന്ന ജനം എവിടെ? Where is the ripened field? Where is the prepared people? അവിടേക്ക് നടത്തുന്ന ഒരാത്മപ്രവൃത്തി ഉണ്ടാവണം. Praise the Lord. ആത്മാവ് നമ്മളോട് പറയണം ഇന്ന് വീട്ടിലോട്ട് പോകാൻ, ഇന്ന ദേശത്തോട്ട് പോകാൻ. അങ്ങനെ ഒരു ആത്മനിയോഗത്തിൽ നാം പ്രവർത്തിച്ചാൽ ഫലം നിശ്ചയമാണ്. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മ പ്രവൃത്തി അല്ലാതെ മിടുക്കരുടെ ജ്ഞാനമല്ല ഇവിടെ. It's not a detailed planning. Yes, I said I believe in planning. But every planning is to be done according to the instruction of the Holy Spirit. ഓരോ ദിവസത്തെ കുറിച്ച് ആത്മാവ് പറയും. എന്റെ വിശ്വാസം യോഗത്തിന് പാട്ട് പാടുന്നത് പോലും ആത്മാവ് പറഞ്ഞു തരുമെന്നാണ് എന്റെ വിശ്വാസം. അല്ലാതെ എന്തെങ്കിലും പാട്ട് പാടാനല്ല. അന്നത്തേക്കൊരു കീ പാട്ട് കാണും. ജനത്തെ സന്ദർശിക്കുവാൻ ആത്മാവിന്റെ ദൂതുള്ള ഒരു പ്രത്യേക ഗാനം കാണും. പാട്ട് പാടുന്നവർ അത് കേൾക്കണം. ആത്മശബ്ദം കേട്ടിട്ട് വേണം ദൈവത്തിന്റെ സഭയിൽ പാടാൻ. ഹല്ലേലൂയ.
അല്ലാതെ ഇതിന്റെ കലക്കല്ല പ്രാധാന്യം. കല പ്രധാനം അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനത്തെ സന്ദർശിക്കുന്നത് അതിന്റെ കലയല്ല. ജനത്തെ സന്ദർശിക്കുന്നത് അതിനകത്തെ ആത്മാവാണ്. ആത്മാവ് പറഞ്ഞിട്ടാണ് നിങ്ങൾ ആ പാട്ട് പാടുന്നതെങ്കിൽ, ആത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ തലമേലുണ്ട് എന്ന് ജനത്തിന് നിങ്ങളുടെ ബോധ്യമായാൽ അതിന്റെ ഒരു വ്യാപാരം ജനത്തിലേക്കുണ്ടാകും. ജനത്തിന് നോക്കി നിൽക്കാൻ മേലാത്ത ഒരു സ്ഥിതി ഉണ്ടാവും. They will not be spectators. They will get into the worship because the anointing of the Holy Spirit is upon the worship leader. It must be upon them. I repeat, it is not a skill. Hallelujah. Let the Spirit come upon our worship leaders. Every aspect of the church activity, every aspect of the ministry, let it be controlled by the Holy Spirit. Praise God. ആളുകളുടെ അടുക്കലേക്ക് ശക്തി പോയാൽ ശക്തി വേണ്ടാത്തവരാരുമില്ല. ആമേൻ. പ്രശ്നമില്ലാത്ത ആളുകൾ ഭൂമിയിൽ ഇല്ല തന്നെ. വലിയ വലിയ കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്. But they cannot speak it out. For the rich people, so the big people, their problem in the family, they don't want to speak it out. Because it's a shame for them. They don't want to share it with anybody. But suppose they know that there is deliverance in our particular congregation. Suppose they know that there is deliverance with that particular individual. Maybe privately they will come and will say, would you please pray for me? ആ വിടുതൽ കണ്ടു കഴിയുമ്പോൾ അടുത്ത സ്വന്തക്കാരന്റെ വീട്ടിൽ നാളെ വിളിച്ചോണ്ട് വരും, കൂട്ടുകാരന്റെ വീട്ടിൽ നാളെ വിളിച്ചോണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ മലയാളി സമൂഹമേ ഒരിക്കൽ കൂടെ തയ്യാറാവണം. ദൈവത്തിന്റെ പ്രവൃത്തി മാറിപ്പോയി എന്ന് പറയാൻ നമ്മൾ ആരും തയ്യാറാവില്ല. ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ എഴുന്നേറ്റ് വരണം. വിശ്വാസം ഒന്നുകൂടെ ജീവിച്ചു വരണം. ഹല്ലേലൂയ. Going out to the people. I have one more thing to say about that. In the book of Romans chapter 8, 26 and 27. ആത്മാവ് പ്രാർത്ഥിക്കും. The Spirit will intercede. The Spirit will pray. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അതേസമയം ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, it is a very powerful prayer. And in the book of Ephesians chapter 6 verse 18, നിങ്ങൾക്കറിയാം അവിടെ പറയുന്നത് it is one of the weapons of the Spirit. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും, വാക്കു വായിക്കണം, അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ആമേൻ. ഏത് നേരത്തും പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. Pray always, pray in the Spirit. മാത്രം പോരാ, അതിനായി ജാഗരിക്കണം. Hold on to it. അത് തന്നെ അന്തരാത്മാവിൽ തങ്ങി നിൽക്കണം. ഒന്ന് പ്രാർത്ഥിച്ച് മറന്നു കളയാനല്ല, അതിനായി ജാഗരിച്ചുകൊണ്ട്. അടുത്തത്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. Persevere in it. Hold on to it. Never quit. ആത്മാവ് കാര്യം നിവർത്തിക്കുന്നത് വരെ ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ലോകത്തിൽ ഈ ചില നാളുകളായി ആത്മാവ് ജനത്തോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് about spiritual battle, spiritual warfare. God is quickening the hearts and minds of so many people in different parts of the world about spiritual battle. So many people did not know that. ആത്മജീവിതത്തിൽ ഒരു വലിയ യുദ്ധമുണ്ടെന്നും ആത്മജീവിതം ഒരു യുദ്ധമാണെന്നും പ്രാർത്ഥിക്കുന്നത് യുദ്ധമാണെന്നും ആളുകൾക്ക് അറിയില്ല. ഒത്തിരി പേർക്ക് all they know is to say their petitions to God. ദൈവം എനിക്ക് ആവശ്യമുണ്ട്, ഈ ആവശ്യമുണ്ട്, സഭയ്ക്ക് ആവശ്യമുണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഇത് പറയുന്ന പെറ്റീഷൻസ് ആണ് ഒത്തിരി പേരും പ്രാർത്ഥന എന്ന് കരുതിയത്. എന്നാൽ ചില നാളുകളായി ആത്മാവിന്റെ ഒരു പ്രവൃത്തി has come into the different parts. When the Spirit said it is a war, praying is a war.
A battle with the demonic powers. ജനത്തെ വിട്ടയക്കില്ല എന്ന് പറയുന്ന ദുഷ്ടശക്തിയോട് അങ്ങോട്ട് എന്നിട്ട്, പിശാചേ ഇത് നിന്റെ വകയല്ല, നിനക്കിത് പിടിച്ചിരിക്കാൻ പറ്റില്ല, ദുഷ്ടശക്തിയെ നിനക്കിത് കുടിയിരിക്കാൻ പറ്റില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രവൃത്തി. ഞാൻ മുമ്പ് പറഞ്ഞ സംഭവം പാസ്റ്റർ തോമസിന്റെ സ്വന്തം അനുഭവം തോമസ് പറഞ്ഞപ്പോ പറയുന്നത്, അദ്ദേഹം ആ ദേശത്ത് നിന്ന് പ്രവർത്തനം തുടങ്ങി. രാവിലെ എഴുന്നേറ്റ് ടൗൺ ചുറ്റി പ്രാർത്ഥിക്കും, ഓരോ സ്ഥലത്തും വീടുകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഒരമ്പലത്തിൻ്റെക്ക് ചെല്ലുമ്പോ കൈ നീട്ടിട്ട് പറയും, പിശാചേ നിനക്കിരിക്കാനുള്ളതല്ല, ദേശം യേശുക്രിസ്തുവിന്റെ വകയാണ്, പിശാചേ നീ ദേശം വിട്ടുപോകണം. ഇത് പറഞ്ഞാൽ പല ബന്ധുക്കോസുകാർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. പിശാചിന് ഇവിടെ താമസിക്കാൻ കൊടുത്തിരിക്കുന്നതാണ് പലരുടെയും ധാരണ. അല്ല, പിശാചിന് താമസിക്കാൻ കൊടുത്തിരിക്കുന്നതല്ല. പിശാച് നമ്മുടെ വല്യപ്പനെ കളിപ്പിച്ച് കൈയടക്കിയതാണ്. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനാണ്. അഴിക്കുകയാണ് നമ്മുടെ ജോലി. പിശാചിനെ പേടിച്ച് ഒഴിഞ്ഞു പോകുന്നതല്ല നമ്മുടെ ജോലി. സീരിയസ് ആത്മയുദ്ധമാണ് നമ്മുടെ ജോലി. താൻ പറഞ്ഞു, ഒരു ദിവസം തിരുവനന്തപുരം പട്ടണത്തിന്റെ വലിയ അധിപൻ കയറി വന്നു, പത്മനാഭൻ കയറി വന്നു. അപ്പുള്ളിയാണല്ലോ അവിടുത്തെ കൂടിയാൾ. ഇല്ല, ദേശം എന്റേതാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അല്ല പിശാചേ, ഇത് നിന്റെ വകയല്ല, ഇത് ദൈവത്തിന്റെ വകയാണ്. 3 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ദേശത്തിന്റെ കെട്ടഴിഞ്ഞു. ചെങ്കൽ ചൂളയിൽ ജനം വിടുവിക്കപ്പെടാൻ തുടങ്ങി. There is spiritual battle. Hallelujah. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ചില കാര്യം പറഞ്ഞു. കേരളത്തിൽ നിന്ന് ചുറ്റി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് ആത്മാവിന്റെ നിയോഗമുണ്ടായി. കേരളത്തിലെ സകല ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഞങ്ങൾ 16 പേർ ചേർന്ന് ഒരു സഞ്ചാരം ആരംഭിച്ചു. 20 ദിവസത്തെ സഞ്ചാരം. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റർ സൂസനും ആ സമയത്ത് നാട്ടിൽ വന്നു. ഷീ ജോയിൻഡ് us. ഏതാണ്ട് 14 ദിവസം സൂസൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ ദേശത്തും പോയി പ്രാർത്ഥിച്ചു. ദുഷ്ടന്റെ ശക്തികളെ അഴിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. ഞങ്ങൾ കണ്ണൂർ ചെന്നപ്പോ കണ്ട കാര്യം, അവിടെ ഒരു പൂജ നടന്നു. 21 ദിവസത്തെ പൂജ. ചെലവാക്കിയത് 8 കോടി രൂപ. ദേശത്തെ കെട്ടാൻ, പിശാചിന്റെ പിടിയിൽ ദേശത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഹിന്ദുക്കൾ പണം വാരിയെറിയുന്നു. ആമേൻ. ദൈവത്തിന്റെ ജനമേ, പിശാചല്ല വലുത്, ദൈവശക്തിയാണ് വലുത്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയാണ് വലുത്. അത് പലർക്കും അറിയില്ല. അതുകൊണ്ട് പിശാചിനെ പേടിയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, പിശാചിനെ ഭയപ്പെടാതെ അതിനെ വെല്ലുവിളിക്കാൻ ദൈവത്തിന്റെ ജനം തയ്യാറാകണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ഭീതിപ്പെടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ഹല്ലേലൂയ. Yes. You know, prayer is a battle. Prayer is not just saying your petitions to the Lord. It's battle with the demonic forces, demonic world. Oh, Shantariyana Mashia. Hallelujah. പ്രാർത്ഥന തുടങ്ങിയാൽ നോൺ സ്റ്റോപ്പ് പ്രാർത്ഥന. ചിലപ്പോൾ 4:30 ഞങ്ങൾ ഇറങ്ങി പുറപ്പെടും. 6:30 വരെ, 7 മണി വരെ, 7:30 വരെ ദേശം ചുറ്റി ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കും. നിർത്തില്ലാത്ത അന്യഭാഷയിൽ ദേശം ചുറ്റി പ്രാർത്ഥിച്ച് പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക ദൈവത്തിന്റെ ജനത്തിന്റെ ജോലിയാണ്. ആമേൻ. ഹല്ലേലൂയ. അടുത്ത കാര്യം ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒക്ടോബർ മാസം, നവംബർ മാസം, 2 മാസം ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും തലസ്ഥാനങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കും. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വലിയ ശക്തി കേന്ദ്രങ്ങളുണ്ട്, ദുഷ്ടശക്തികളുടെ വലിയ കേന്ദ്രങ്ങൾ. അതും കൂടെ ലക്ഷ്യം വെച്ച് ഒരു 60 ദിവസത്തെ യാത്രയ്ക്ക് ഞങ്ങൾ ഒക്ടോബർ 1-ാം തീയതി യാത്ര പുറപ്പെടുകയാണ്. ഇന്ത്യ രാജ്യം വിടുവിക്കപ്പെടും. ആമേൻ. ഇന്ത്യ രാജ്യം വിടുവിക്കപ്പെടും. ഞാൻ അനേക വർഷം കൊണ്ട് പറഞ്ഞു വരുന്നു, ഇന്ത്യ രാജ്യം വിടുവിക്കപ്പെടും. സ്തോത്രം. 2006 നടന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഈ 2006 ഒടുവിലോടാണ് വിവരങ്ങൾ അറിഞ്ഞത്. ഇന്ത്യയിൽ ഒരു കത്തോലിക്ക സ്ത്രീക്ക്, ഒരു കന്യാസ്ത്രീക്ക് ആത്മാവിന്റെ കുറെ വെളിപ്പാടുകളുണ്ടായി. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് ഏതാണ്ട് 8 വർഷമായി. പക്ഷെ അവർക്ക് പെന്തിക്കോസ്തുകാരുമായിട്ടൊരു ബന്ധവുമില്ല. പെന്തിക്കോസ്ത് സഭയിൽ അവർ പോകുന്നില്ല. അവര് കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്തു വന്നു. ദേവ ബിഗ് പീപ്പിൾ. ഒരു ഓർഡറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരുടെ കൂടെയുള്ള ഒരാൾ അവരുടെ മദർ ജനറൽ സുപ്പീരിയർ ആയിരുന്നു. They came out.
They are normal Catholics. They wear the same robes, but they have nothing to do with the Roman Catholic Church. They put them out. എന്നാലും പെന്തിക്കോസ്തുകാരുമായിട്ട് പരിചയമില്ല, പെന്തിക്കോസ്ത് രീതി അറിയില്ല, പ്രവചനം അറിയില്ല, വ്യാഖ്യാനം അറിയില്ല. ഇതൊന്നും അറിയാൻ മേലാതെ മദ്രാസിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവർ കേരളക്കാരിയാണ്, പക്ഷെ താമസം മദ്രാസിലാണ്, മിനിസ്ട്രി മദ്രാസിലാണ്. 2006 ജൂൺ ആയപ്പോ കുറെ ദിവസം പ്രാർത്ഥിക്കാൻ ആത്മാവ് അവരോട് പറഞ്ഞു, വേറിട്ട് പോയി പ്രാർത്ഥിക്കാൻ. അവർ മദ്രാസിൽ നിന്ന് പുറത്തു വന്നു. ഹല്ലേലൂയ. തമിഴ്നാട്ടിൽ ഒരിടത്ത് വന്ന് ഒരു വലിയ ഫാം ഹൗസ് ഉണ്ട്, അവിടെ വന്ന് അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആത്മാവ് അവരോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങിയത് മുഴുവൻ അപ്പൊ തന്നെ അവർ കമ്പ്യൂട്ടറിലാക്കി, മുഴുവൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അതൊരു ദീർഘമായ വെളിപ്പാടായിരുന്നു. ഞാൻ പറയട്ടെ, പെന്തിക്കോസ്തുകാരിയല്ല, പ്രവചനം അറിയാവുന്നവരല്ല, വ്യാഖ്യാനം അറിയാവുന്നവരല്ല, ദർശനം അറിയാവുന്നവരല്ല, അത് കേട്ട് പരിചയമുള്ളവരല്ല. അവരോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, അടുത്ത 14 വർഷം ഇന്ത്യയുടെ മേൽ ദൈവപ്രവൃത്തി വരും. 2007 മുതൽ 7 വർഷം ഇന്ത്യയുടെ മേൽ ഭയങ്കര ആത്മശക്തിയുടെ വർഷമാണ്. ആത്മാവ് ശക്തിയോടെ വീശും, ജനം വിടുവിക്കപ്പെടും, ജനം കൂട്ടം കൂട്ടമായി ദൈവത്തിങ്കലേക്ക് തിരിയും. മിസ്രയീമിൽ ഉണ്ടായ സമൃദ്ധി പോലെ ഫറവോന്റെ കാലത്ത് ദർശനം ഉണ്ടായില്ലേ, അവർക്ക് വെളിപ്പാടുണ്ടായത് വചനത്തിലൂടെയാണ്. വചനത്തിലൂടെ മിസ്രയീമിലുണ്ടായ സമൃദ്ധി പോലെ 7 വർഷം ഇന്ത്യയുടെ മേൽ സമൃദ്ധി വരുന്നു, ജനം വിടുവിക്കപ്പെടാൻ പോകുന്നു. എന്നാൽ അടുത്ത 7 വർഷം ഭയങ്കര ഉപദ്രവത്തിന്റെ വർഷമാകും. എങ്കിലും രാജ്യത്തെ നിർണായക വ്യക്തികൾ ദൈവത്തിങ്കിലേക്ക് തിരിയും, രാജ്യത്തെ ഭരണാധികാരികൾ ദൈവത്തിങ്കിലേക്ക് തിരിയും, രാജ്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഇന്നേ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉന്നത ഉദ്യോഗസ്ഥന്മാർ അനേകർ വിശ്വാസികളുണ്ട്, ഭയങ്കര പോലീസ് ഉദ്യോഗസ്ഥർ ദൈവത്തിന്റെ മക്കളുണ്ട്. ഏത് ഫീൽഡിലും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോട് ആത്മാവ് പറഞ്ഞത്, അവര് പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നമ്മുടെ ജനറൽ കൺവെൻഷൻ അവർ വന്ന് ഈ ദൂത് പറഞ്ഞിരുന്നു, ഈ വർഷത്തേത്. അവരുമായിട്ട് അതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുവാൻ, പലപ്പോഴും മിനിസ്റ്റർ സംബന്ധിച്ച് കോണ്ടാക്ട് ചെയ്യുവാൻ എനിക്കിടയായിട്ടുണ്ട്. 2020 ആകുമ്പോഴത്തേക്കും ഇന്ത്യ രാജ്യം ഒരു ക്രിസ്തീയ രാജ്യമായി ഡിക്ലെയർ ചെയ്യപ്പെടുമെന്നും ആമേൻ. ഇവിടെ നിന്ന് ആളുകൾ ആത്മീയം കാണാൻ ഇന്ത്യക്ക് പോകും, അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന്. വേദശാസ്ത്ര പഠനത്തിന് ഇന്ത്യക്ക് പോകും. ആത്മപ്രവർത്തനം എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കുവാൻ ഇന്ത്യക്ക് പോകും. ഇന്ത്യ മുഴുവൻ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു കേന്ദ്രമായി തീരും. ആത്മാവിന് അസാധ്യമായത് ഒന്നുമില്ല. ഞാൻ ദൈവാത്മ പ്രവർത്തിയെ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളും കേട്ടിട്ടുണ്ട്, ഞാൻ പല വർഷങ്ങളായി ഇവിടെ വന്ന് പ്രസംഗിക്കുന്നു. 2001 ആരംഭ ദിവസങ്ങളിൽ ആത്മാവിനോട് പറഞ്ഞൊരു ശബ്ദം ഞാൻ ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്. ഒരു ദിവസം അല്പം മാനസികമായി ഒരു സ്വല്പ സംഘർഷം ഉണ്ടായി. രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുന്ന സമയം അർദ്ധരാത്രി ഭയങ്കര ശബ്ദത്തിൽ എൻ്റെ മുറിയിൽ ഒരു ശബ്ദം കേട്ടു. ശബ്ദം വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, തെക്കിനോട് തടഞ്ഞു വെക്കരുത് എന്ന് ഞാൻ കൽപ്പിക്കും. എന്റെ മുറി കേട്ട ശബ്ദമാണ്. പറഞ്ഞതിന്റെ അർത്ഥം എനിക്കറിയാം. ഞാനൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. എന്നോട് പറഞ്ഞതിന്റെ അർത്ഥം, ആത്മപ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന തെക്കൻ ഇന്ത്യക്ക് ദൈവാത്മ പ്രവൃത്തിയെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. കുറെ പേര് അവിശ്വസിച്ചാൽ വിശ്വസിക്കാൻ വേറെ കുറെ ഹൃദയങ്ങളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് തടസ്സം നിന്നാൽ ദൈവം വേറെ ജനത്തെ എഴുന്നേൽപ്പിക്കും. ദൈവം നമ്മെ ഒരിക്കൽ അനുഗ്രഹിച്ചു, ആത്മശക്തി കൊണ്ട് സന്ദർശിച്ചു. അതിന് പലപ്പോഴും നമ്മൾ വിശ്വസ്തരായി ഇല്ല. അതുകൊണ്ട് നമ്മളതിനെ തടഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവിനെ തടയാൻ നമുക്ക് പറ്റില്ല. അണപൊട്ടി ഒഴുകുന്നത് പോലെ ആത്മപ്രവൃത്തിയുടെ ഒഴുക്കുണ്ടാകും. തടയരുതെന്ന് തെക്കിനോട് ഞാൻ കൽപ്പിക്കും. അതങ്ങോട്ട് കഴിഞ്ഞ ഉടൻ അടുത്ത ശബ്ദം, വടക്കിനോട് വിട്ടുതരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഉറക്കെ എന്റെ മുറി കേൾക്കുകയാണ്, ഭയങ്കര ശബ്ദം. വടക്കിനോട് വിട്ടുതരിക എന്ന് ഞാൻ കൽപ്പിക്കും. എനിക്ക് അർത്ഥം ഉടനെ ബോധ്യമായി. വടക്കൻ ദേശത്തിന്റെ ദുഷ്ട അധിപതിയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, മേലാൽ ജനത്തെ പിടിച്ചു വെക്കാൻ പാടില്ല, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. ഹല്ലേലൂയ. 2001 കുറെ ദിവസം ഡൽഹിയിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നിയോഗമുണ്ടായി. അങ്ങനെ ഞാനും എന്റെ ഭാര്യയുമായി
അവിടുത്തെ സഹോദരന്മാരെ അറിയിച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഡൽഹിയിൽ പോയി. ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് വേറെ പല ഗ്രൂപ്പ് ആളുകളും ഡൽഹിയിൽ വന്ന് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. വേറെ പലര്. വ്യാപകമായ ഒരു പ്രവൃത്തി. അതിനു മുമ്പ് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, ഉത്തർപ്രദേശിൽ വർക്ക് ചെയ്യുന്ന ഒരു മിഷണറി ഒരു ദിവസം എന്നോട് പറഞ്ഞു, Brother Samuel, do not think that all the spiritual things, people getting saved, everything work in North India. It won't. This is the land of all the gods and goddesses. This is the land of all the sacred rivers. Things will not happen here. I didn't like it. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ 2001 ദൈവത്തിന്റെ ജനം വ്യാപകമായി ഇന്ത്യ ചുറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2001 കഴിഞ്ഞപ്പോഴാണ് ദൈവം ലാലിനെ അഹമ്മദാബാദിൽ UP എഴുന്നേൽപ്പിച്ചത്. ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. Over 35,000 people were in one single service. We have seen that God is moving in many parts of North India. Hallelujah. ദൈവം വടക്കൻ അധിപതിയോട് കൽപ്പിച്ചിരിക്കുകയാണ്, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. I want to tell you that. വടക്കൻ അധിപതിയോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. വടക്കിന്റെ കൊയ്ത്തിന്റെ സമയം. Praise the Lord. കേരളത്തിൽ കുറെ അവിശ്വാസമുണ്ട്, കുറെ മന്ദതയുണ്ട്. എന്നാൽ വടക്കിന്റെ കൊയ്ത്തിന്റെ സമയം. It's time to harvest north. Time to harvest North India. Amen. The Lord put all of India in my system. I was basically a Keralite with Keralite thinking, Keralite system of food and everything Keralite. But a few years ago, everything in me was changed by the Holy Spirit. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഗോതമ്പ് കഴിക്കില്ലായിരുന്നു. കഴിച്ചാൽ എനിക്ക് ഉടൻ ഛർദ്ദിക്കണം. എന്റെ സിസ്റ്റത്തിൽ ഗോതമ്പ് എന്നാൽ in 15 minutes I will throw up. That was my problem. But the Lord put India in my system. So we started going on mission trips. Every year we used to go for 3 months into North India. But because I'm the superintendent, now I cannot go for 3 months. But every year we make it a point that we go 1 month to North Indian states and preach. And when I went, I said something to my stomach. This is a mission trip. Don't make any trouble. I will eat whatever I get. Do not ever make a trouble. Until this day, the system obeyed it. Anywhere I go, not only me, my wife come with me everywhere we go. ഒരൊറ്റ ദിവസം പോലും ഒരു രോഗം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഈ സിസ്റ്റം ഇന്ത്യയുടെ ഏത് ദേശത്ത് പോകാനും ദൈവം ഒരുക്കി. ഏത് കൾച്ചർ സ്വീകരിക്കുവാനും ദൈവം ഞങ്ങളെ ഒരുക്കി. ഏത് ജനത്തെ സ്വീകരിക്കാനും ദൈവം ഒരുക്കി. ഞാൻ നിങ്ങളോടൊരു വാക്ക് എനിക്ക് പറയുവാനുണ്ട്. This is revivers to reach others. I thank God for the mission emphasis in many of the churches now. I am glad. Many of the pastors here, you send mission trips, your people into different places. Many of you go to the African countries and many countries. I am glad about it. Praise the Lord. Nammude joliyanadu. Here within this country there is a ministry that we must do. Not only to the Keralites, to the rest of the world. Amen. We must reach the Americans here. We must reach the blacks here, the whites here, and every kind of people here. നമുക്കവരെ എത്തിപ്പിടിക്കുന്ന നമ്മുടെ ജോലിയാണ്. ആമേൻ. അമേരിക്കയുടെ വളർച്ച കണ്ടുപിടിച്ചിട്ട് 500 വർഷമേ ആയുള്ളൂ. 2000 വർഷം മുമ്പ് സുവിശേഷം കിട്ടിയ നമ്മളല്ലേ ഈ ദേശത്തെ സുവിശേഷീകരിക്കേണ്ടത്. It is our responsibility. America got gospel only 500 years ago, but we got it 2000 years ago. Amen. ഇവിടെയുള്ള ദൈവമക്കളെ, നിങ്ങളോടൊരു വാക്ക് ഞാൻ വിളിച്ചു പറയുന്നു. ഇന്ത്യയെ സുവിശേഷീകരിക്കേണ്ടത് ഇന്ത്യക്കാരായ നമ്മുടെ ജോലിയാണ്. With all the ministry that you are doing here, with your church ministry here, with your mission trip in the African countries, I urge you, my friends, it is time for India. ആത്മാവ് എഴുന്നേറ്റിരിക്കുന്നു. നമ്മളും കൂടെ എഴുന്നേക്കണം. ദൈവത്തിന് സ്തോത്രം. ഉണർവുണ്ടാകുന്ന മാത്രമല്ല സ്ത്രീയോട് ദൈവം പറഞ്ഞത്, അതിന്റെ സ്ട്രാറ്റജീസ് അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞു. If any of you want to see the CD that she has produced about the revelations, it's all on a PowerPoint CD. You can get it. It's with some of our pastors here. It's with Pastor Titus. Is it with you? It's the CD, Angelica CD.
It's with Pastor Titus. It's with Pastor Wilson. It's a wonderful presentation. അവരോട് ദൈവം പറഞ്ഞതിലൊരു കാര്യമാണ്, മലയാളികളിൽ 20% ആളുകൾ should go to North India. 20% of the church must go to North India to reap the harvest. Amen. Every church, 20%. Not a small people. Amen. കേരളത്തിന് ഞാൻ മുമ്പ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ മിനിസ്ട്രിക്ക് പോയിട്ടുണ്ട്. എല്ലാം അവരവർ സ്വന്തം പോയതാണ്. But it's time that we send them. ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. മുമ്പ് അയച്ചുകൊണ്ടിരുന്ന ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായി. കഴിഞ്ഞ വർഷം വരെ we had 11 missionaries in North India. This year I was trying to promote mission work in the churches among the pastors. I was calling the senior pastors, come out, let's go to North India, minister there. You know, many pastors responded to that. Even this year one pastor came out who was pastoring in Kerala and said, sir, I'm going to North India. I said, praise the Lord. He's gone into North India, into Uttar Pradesh. ഈ വർഷം 16 പേര് മിഷൻ ഫീൽഡിലേക്ക് കേരളത്തിൽ നിന്ന് ഓൾറെഡി പോയി കഴിഞ്ഞു. We have 27 missionaries now. But I want to tell you something. കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ ഈ കാര്യത്തിൽ വീഴ്ച ഭവിച്ചതിനാൽ മലയാളികളെ ഇന്ത്യയിൽ ബാക്കിയുള്ളവർ വളരെ പുച്ഛമായിട്ടാണ് കാണുന്നത്. Among the other people, വളരെ പുച്ഛമാണ് നമ്മളെ. അതാണ് ഞാൻ ഇന്ത്യയിൽ അനുഭവിക്കുന്ന കാര്യം. Because many other people have gone very much forward in the mission field. But we, because of many things in us, because of the politics, because of the fights, because of the different things, നമ്മളിൽ തന്നെ ഒതുങ്ങി. പക്ഷെ അതിനെ പൊട്ടിച്ചെറിയുവാൻ പിശാചിന്റെ ഈ ചങ്ങലകളെ പൊട്ടിച്ച് പിശാച് കൊണ്ടുവന്ന ചരക്കുകളെ എറിഞ്ഞു കളഞ്ഞിട്ട് ഇന്ത്യയെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ സമയമായി. I want you friends, get involved into the ministry of India. ദൈവം വടക്കൻ അധിപതിയോട് കൽപ്പിച്ചിരിക്കുന്നു, നീ മാറുന്നില്ല, ജനത്തെ വിടുവിക്കാൻ പോകുന്നു. കൊയ്യേണ്ടത് തക്ക സമയത്ത് കൊയ്തില്ലെങ്കിൽ ആ വിളവ് അവിടെ കിടന്ന് നശിച്ചു പോകും. Would you come? Would you do your part? Amen. കേരളത്തിലെ സഭ മിഷണറി എവിടണമെന്നാണ് ഞാൻ പറയുന്നത്. I'm not asking money from you to send a missionary. I have asked the Keralite church, you pay for a missionary. And they are doing it. I wanted support for 16 missionaries in the last convention. I stood up and said, I want to send 16 missionaries. I want you to send them. Amen. Now the Kollam church has said, we want to have a missionary in every state of India. Yeah, Kollam church wants to have a missionary in every state of India. So I'm trying to send the missionaries from the Kerala churches. But we are in the process of training people for North India. അതിന് പോകാൻ അധികം പേരെ കിട്ടില്ല. സ്വസ്ഥമായിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഉപദേശിപ്പണി ചെയ്യാൻ മാത്രമേ സുവിശേഷ വേലക്കാരെ കിട്ടുള്ളൂ. അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ പോകുവാൻ മിക്ക പേരും തയ്യാറല്ല. So we are seriously engaged in training people to go to North India. അതിനുവേണ്ടി മാത്രം അസംബ്ലീസ് ഓഫ് ഗോഡ് കേരളത്തിൽ ഒരു ബൈബിൾ സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. The main emphasis is training people for North India. We want all our students to go into the North Indian field. വർഷത്തിൽ 2 മാസം നിർബന്ധമായി അവർ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ വേലയ്ക്ക് പോയേ തീരുള്ളൂ. And when they graduate, we want them to go. കഴിഞ്ഞ വർഷം ആമ്പിള്ളേരെ 9 പേർ ഗ്രാജുവേറ്റ് ചെയ്തതിൽ 7 പേരും വടക്കേ ഇന്ത്യയിൽ മിഷൻ ഫീൽഡിൽ എത്തിക്കഴിഞ്ഞു. Amen. And we want to start a new station even in North India to train people right there. കേരളത്തിൽ ട്രെയിൻ ചെയ്താൽ മാത്രം പോരാ. അവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപകമായ ഒരു പ്രവൃത്തി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ പങ്ക് നിവർത്തിക്കണം. ഈ ഇന്ത്യ രാജ്യത്ത് ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത് മലയാളികളെയാണ്. വിശ്വാസത്തിൽ അനുഗ്രഹിച്ചത് മലയാളികളെയാണ്. സമ്പത്തിൽ അനുഗ്രഹിച്ചത് മലയാളികളാണ്. നമ്മൾ തയ്യാറാവണം ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ. ആമേൻ. I repeat, with all your mission commitments to the different countries, I say it again. ഇന്ത്യയെ രക്ഷിക്കാൻ ദൈവം എഴുന്നേറ്റിരിക്കുമ്പോൾ ദൈവത്തോടെ എഴുന്നേറ്റ് വരുവാൻ ദൈവത്തിന് തൻ്റെ ജനത്തെ വേണം. ദൈവം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. നമ്മൾ ദൈവത്തോടു കൂടെ നിന്നില്ലെങ്കിൽ ദൈവം വേറെ ആളെ എഴുന്നേൽപ്പിച്ച് ഇന്ത്യയെ രക്ഷിക്കും. ഇന്ത്യയെ ദൈവത്തിന് അവഗണിക്കാൻ പറ്റില്ല. It's God's time for India. I challenge you, my fellow believers, fellow pastors, let's rise and build the kingdom of God in India. ആത്മാവിനെ നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ മേൽ സുവിശേഷീകരണത്തിന്റെ ഒരാത്മാവ് ഇറങ്ങി വരട്ടെ. ആമേൻ.
നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് I have a newsletter. I have placed it there on the desk. വായിച്ചു നോക്കൂ. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സന്ദർശിക്കാൻ പോകുന്നു. മലയാളി സമൂഹത്തെ സന്ദർശിക്കാൻ പോകുന്നു. നമുക്കൊന്നുകൂടെ ദൈവത്തോട് നിലവിളിച്ച് പറയാമോ? ദൈവമേ, ഞങ്ങൾ വീണ്ടും ജീവിക്കേണ്ടതിന് നീ ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണം. ഹല്ലേലൂയ. I repeat, ദൈവം ശക്തിയായി ജനത്തെ തൊടുകയാണ്. അനേക സംഘടനകളും ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം ചിലരെ വിളിച്ചെഴുന്നേപ്പിച്ച് ശക്തിയോടെ ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിച്ച് വേല ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിൽ ഉണർത്തപ്പെടാം. എൻ്റെ മലയാളി സഹോദരന്മാരോട്, സ്നേഹിതരോട്, നിങ്ങളുടെ മാംസത്തിൽ മാംസവും രക്തത്തിൽ രക്തവുമായി എനിക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുള്ളത്, അസംബ്ലീസ് ഓഫ് ഗോഡുകാരായ നമ്മക്കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ദൈവത്തിനൊരു വലിയ കാര്യം ചെയ്യിക്കണം. അതിൽ നിങ്ങളുടെ പങ്ക് ചെയ്യുവാൻ നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കണം. ദുഷ്ടശക്തികൾ രാജ്യത്ത് തകർന്നു പോകണം. ഞങ്ങൾ സീരിയസ് ആയ വാറിലാണ്. പ്ലീസ് പ്രേ ഫോർ അസ്. ഞങ്ങൾ സീരിയസ് യുദ്ധത്തിലാണ്. കേരളത്തിലെ 20 ദിവസത്തെ യുദ്ധം ഭയങ്കര യുദ്ധമായിരുന്നു. അടുത്ത 2 മാസം ഇന്ത്യയുടെ ഏറ്റവും വലിയ കോട്ടകളിൽ ഞങ്ങൾ ആത്മയുദ്ധത്തിന് പോവുകയാണ്. വെറും പ്രാർത്ഥിക്കാനല്ല പോകുന്നത്, ശരിക്കും യുദ്ധമാണ്. പിശാചിന്റെ വലിയ കോട്ടകളിലേക്കാണ് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ കേന്ദ്രങ്ങൾ മുഴുവൻ പോയി ദുഷ്ടശക്തികളോട് പൊരുത്. പിശാചിനെ പിടിച്ചിറക്കണം. പിശാചിനെ പിടിച്ചിറക്കുമ്പോൾ ദേശം വിടുവിക്കപ്പെടും. ആത്മയുദ്ധത്തിന് ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ചേരണമേ. ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ ചേരണമേ. ഞങ്ങൾ 10 പേര് പോകാൻ ആഗ്രഹിക്കുകയാണ്. Pray for us, stand with us, amen, support us in the ministry. The Lord is going to save India. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു 2 മിനിറ്റ് നേരം എഴുന്നേറ്റ് നിൽക്കുമോ? Would you stand please? Hallelujah. ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോകും. ദൈവാത്മാവിന്റെ വ്യാപാരം ദേശത്തിന്റെ മേൽ വരാൻ പോകുന്നു. എല്ലാവരും ഒരല്പസമയം കണ്ണുകളടച്ച്, ദൈവമേ ഇന്ത്യയെ രക്ഷിക്കണമേ, ദൈവമേ ഇന്ത്യയെ രക്ഷിക്കണമേ. ഇത് ഞാൻ എൻ്റെ സ്വന്തം വാക്ക് പറയുകയല്ല, പരിശുദ്ധാത്മാവിന്റെ വചനം വിളിച്ചു പറയുകയാണ്. തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്നും വടക്കിനോട് വിട്ടുതരിക എന്നും ദൈവം ഓൾറെഡി കൽപ്പന കൊടുത്തിരിക്കുന്നു. നമ്മളോട് ദൈവം പറയുന്നു, ആത്മപ്രവൃത്തിയെ തടയരുത്. ആത്മപ്രവൃത്തിക്ക് വേണ്ടി കൈകൊടുക്കൂ, ആത്മപ്രവൃത്തിക്ക് വേണ്ടി ഒരുക്കൂ, ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കൂ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാവട്ടെ. ദുഃഖധന മഹാത്തുനിയ. അല്പസമയം കണ്ണുകളടയ്ക്കും. ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിക്കുമോ? ജീവിതത്തിൽ വലിയ ശക്തിയോടെ ജനം വിടുവിക്കപ്പെടണം. ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ലോകത്തെ മുഴുവൻ ഇന്ന് സ്വാധീനിക്കുന്ന ഒരു സ്ത്രീ കേരളത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ്, അമൃതാനന്ദം. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കേന്ദ്രത്തിനടുത്ത് ഞങ്ങൾ പോയി എന്നൊന്നും ആരും അറിഞ്ഞുകൂടാ, പക്ഷെ ഞങ്ങൾ പോയി. ഞങ്ങളോട് കൊല്ലത്തുള്ള അതിനകത്തുനിന്ന് പുറത്തു വന്ന ഒരു സഹോദരി പറഞ്ഞതാണ്, എല്ലാ ദിവസവും അർദ്ധരാത്രിയാകുമ്പോൾ ഈ സ്ത്രീ അവരുടെ കെട്ടിടത്തിന് മോളിൽ കയറും. ഒരു 12 നില കെട്ടിടമാണ്. അതിൻ്റെ മോളിൽ കയറിയിട്ട് പാർവതി ഉടുക്കുന്ന തരത്തിലുള്ളൊരു സാരി ഉടുക്കും. ശിവന്റെ ഭാര്യയാണ് പാർവതി. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ശക്തി ശിവനാണ്. കേരളത്തിൽ 14 ജില്ലകളിൽ 12 ജില്ലയുടെ ആസ്ഥാനം കൊടുത്തിരിക്കുന്നത് ശിവനാണ്. പാർവതി ഉടുക്കുന്ന തരം ഒരു സാരി ഉടുത്ത് എല്ലാ ദിവസവും രാത്രി ഇതിന്റെ മണ്ടക്കയറി ശിവന്റെ ശൂലവും കയ്യിലെടുത്ത് ദേശത്തെ അവകാശപ്പെടുത്തുകയും ശക്തി ആവാഹിക്കുകയുമാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. She is receiving the power of Shiva. It's a big power in India, very big power in India. നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞാണ്, കഴിഞ്ഞ ആണ്ടിൽ 2006 ആദ്യം അമേരിക്ക വന്ന് പറഞ്ഞതാണ്, ഇനി യുദ്ധം ശിവനോടാണ്. And it was a physical war, I tell you. My body felt war for a year. Every time I felt war in this body. Amen. This woman is receiving power from Shiva and she is distributing it to the people. അവർക്ക് വരുന്നവരെ ചുമ്മാതെ തൊടുകയല്ല, ഈ പൈശാചിക ആവാസത്തിലാണ് അവരെ തൊടുന്നത്. 21 ദിവസം പൂജ നടത്തിയിട്ടാണ് ഇവളൊരു സ്ഥലത്തോട്ട് പോകുന്നത്. ഈ പൂജയെല്ലാം കൂടെ മൂത്തിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ ചെന്ന് കയറുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ഇത്രയൊരു പൈശാചിക ശക്തി ലോകത്തെ ബാധിക്കുന്നത് ഇല്ലാതാവണം. അവൾ നാസ്തിയാവണം, അവൾ ഏതുമില്ലാത്തതായി തീരണം. മേലാൽ അവളുടെ നാമം അഖിലാണ്ടത്തിൽ ഒരാൾ ഓർക്കാതെ വണ്ണം. Come on, pray for a minute. Let the power of the Holy Spirit come. Let the power of God touch. Come on,
Pray in the Holy Spirit. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കൂ. Let there be a spiritual war in this place.